ഹലോ നീറ്റ് ആസ്പിറൻസ്. എടാ നമ്മളെ നീറ്റ് 2025 എക്സാമിനേഷന് നമ്മളെ ബയോമോളിക്യൂൾസ് എന്ന് ചോദിച്ച ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? നമുക്ക് എല്ലാ വർഷവും എൻസൈംസ് എന്നൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാറുണ്ടല്ലേ? ക്ലാസിഫിക്കേഷൻ ഓഫ് എൻസൈംസ് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് അല്ലേ? സോ നെയിം ദ ക്ലാസ് ഓഫ് എൻസൈം ദാറ്റ് യൂഷ്വലി കാറ്റലൈസ് ദ ഫോളോയിങ് റിയാക്ഷൻ. ഇവിടെ നമുക്ക് കാണുന്നുണ്ട് ഈ സബ്സ്ട്രേറ്റിലുള്ള ഈ ഗ്രൂപ്പ് അല്ലെ, ആ പ്രോഡക്റ്റ് ആയിട്ട് മാറുന്ന സമയത്ത് ഈ ഗ്രൂപ്പ് എവിടേക്ക് ട്രാൻസ്ഫർ ആയി? ആ പുതിയ സബ്സ്ട്രേറ്റിലേക്ക് ട്രാൻസ്ഫർ ആയില്ലേ? ഇപ്പൊ ഗ്രൂപ്പിനെ ട്രാൻസ്ഫർ ചെയ്യാൻ സഹായിക്കുന്ന എൻസൈമിന്റെ പേര് ഏതാണെന്നല്ലേ ചോദിച്ചത്? അത് സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ഗ്രൂപ്പിനെ അല്ലെ ട്രാൻസ്ഫർ ചെയ്യാൻ സഹായിക്കുന്ന ആ എൻസൈമിനെ നമ്മൾ എൻസൈം എയ്സ് അല്ലേ വിളിക്കുക. ട്രാൻസ്ഫർ ഓഫ് ഗ്രൂപ്പിന് സഹായിക്കുന്ന എൻസൈം എയ്സ്, ദാറ്റ് ഈസ് ട്രാൻസ്ഫറേസ് വിളിച്ചൂടെ? അപ്പൊ ഏതാണ് ഓപ്ഷൻ വരിക? ഓപ്ഷൻ 3 അല്ലടാ. ഇപ്പൊ രണ്ട് മോളിക്യൂൾസിനെ രണ്ടാൾക്കാരെ കൂട്ടി യോജിപ്പിക്കാൻ സഹായിക്കുന്ന എൻസൈം അത് ലിഗേസ് ആയിരിക്കൂലേ? അപ്പൊ എന്താണ് ലയേസ്? ലയേസ് നമ്മൾ പഠിക്കുന്നുണ്ട് മെയിൻ ആയിട്ട് അല്ലെ. ഇതിപ്പോ ഒരു ഗ്രൂപ്പ് ആണെങ്കിൽ ആ ഗ്രൂപ്പിനെ സാധാരണ ഒരു പുതിയ ബോണ്ടൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഹൈഡ്രോളിസിസ് മെത്തേഡാണ്, അവിടെ ഹൈഡ്രോളൈസ് ആണ് സഹായിക്കല് അല്ലെ, ഒരു വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്തിട്ടാണ്. പക്ഷേ ലയേസിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പിനെ സെപ്പറേറ്റ് ആക്കുകയും ചെയ്യും അല്ലെ, അതായത് വിത്തൗട്ട് ഹൈഡ്രോളിസിസ് ആണ് പറയുക, വാട്ടർ മോളിക്യൂൾ എലിമിനേഷൻ ഇല്ലാതെ. അപ്പം കാർബൺ ബോണ്ടിന്റെ ഇടയിൽ ഏത് ബോണ്ട് വരും? ഡബിൾ ബോണ്ട് അവിടെ വരികയും അല്ലെ. കാർബൺ ഇതിന്റെ ഇടയിൽ ഡബിൾ ബോണ്ട്, ലീവ് ഡബിൾ ബോണ്ട് എന്നാണ് പറയുക. അതാണ് ലയേസിന്റെ ഫംഗ്ഷൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഹൈഡ്രോളൈസിന്റെ ഫംഗ്ഷൻ എന്താ? നിങ്ങൾ കമന്റിലൂടെ പറയാൻ പറ്റുമോ? അതേപോലെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഞാൻ ചോദിക്കുന്നു, ഓക്സിഡോ റിഡക്ടേസ് എൻസൈമിന്റെ വേറെ പേരെന്താണ്? നിങ്ങൾ പെട്ടെന്ന് കമന്റിലൂടെ നിങ്ങൾ പറയണം. ഓക്കെ, സോ മറ്റൊരു ക്വസ്റ്റ്യനുമായിട്ട് നമുക്ക് കാണാം. ഓൾ ദി ബെസ്റ്റ്.